Welcome to RK's Stories. പ്രിയ പ്രണയിനി ഭാഗം 37. രചനയും അവതരണവും രഘുദാസ് കാട്ടുങ്കൽ. കുളി കഴിഞ്ഞതിന്റെ ഉന്മേഷത്തോടെ ദേവനും ഗൗരിയും ഗോവണിപ്പിടികൾ ഇറങ്ങി വരുമ്പോൾ താഴത്തെ ഹാളിൽ ഏതോ അസ്വസ്ഥമായ നിശബ്ദതയുടെ വക്കിലായിരുന്നു കാര്യങ്ങൾ. അവർ താഴേക്ക് നോക്കുമ്പോൾ കാണുന്നത് ഉമ്മറവാതിലിന് സമീപം നിന്ന് ഗൗരവത്തിൽ എന്തൊക്കെയോ മന്ത്രിക്കുന്ന റാഹേൽ അമ്മച്ചിയെയും അതിനെ തടുക്കാൻ എന്നവണ്ണം കൈമലർത്തുന്ന ക്രിസ്റ്റിയെയുമാണ്. അവർക്ക് തൊട്ടരികിലായി എല്ലാം കേട്ടുകൊണ്ട് മാത്യുച്ചാനും നിൽപ്പുണ്ട്. റാഹേൽ അമ്മച്ചി എന്തോ കടുപ്പിച്ചു പറയുന്നു. ക്രിസ്റ്റി അത് വേണ്ടെന്ന് വിലക്കുന്നു. അതൊരു ചെറിയ വാഗ്വാദമാണെന്ന് അവരുടെ ശരീരഭാഷയിൽ നിന്നും വ്യക്തമായിരുന്നു. പക്ഷേ പടിയിറങ്ങി വരുന്ന ദേവനെയും ഗൗരിയെയും കണ്ടതും സ്വിച്ച് ഇട്ടതുപോലെ ആ സംസാരം അവിടെ നിലച്ചു. അമ്മച്ചിയുടെ കൈ വിടിവെച്ചുകൊണ്ട് നിന്നിരുന്ന ക്രിസ്റ്റി പെട്ടെന്ന് നേരെ നിന്നു. റാഹേൽ അമ്മച്ചി മുഖത്തൊരു കൃത്രിമ ഗൗരവം വരുത്തി. പിന്നെ അത് പെട്ടെന്ന് ഒരു സ്നേഹച്ചിരിയിലേക്ക് മാറ്റി. ഒന്നും സംഭവിച്ചിട്ടില്ലാത്തതുപോലെ റാഹേൽ അമ്മച്ചി വെളുക്കി ഒന്ന് ചിരിച്ചുകൊണ്ട് അവരുടെ അടുത്തേക്ക് നടന്നു. ആഹാ, മക്കള് വന്നോ? കുളിയൊക്കെ കഴിഞ്ഞ് ക്ഷീണമൊക്കെ മാറിയല്ലോ അല്ലേ? വാ, വിശക്കുന്നുണ്ടാവും, എല്ലാം വിളമ്പി വെച്ചേക്കുവാ. റാഹേൽ അമ്മച്ചിയുടെ സ്നേഹപ്രകടനത്തിന് പിന്നാലെ മാത്യുച്ചായനും അവരെ ഡൈനിങ് ടേബിളിലേക്ക് ക്ഷണിച്ചു. ക്രിസ്റ്റിയുടെ മുഖത്ത് അപ്പോഴും ജാള്യത കലർന്ന ചമ്മിയ ഒരു ചിരി തങ്ങി നിൽപ്പുണ്ടായിരുന്നു. ദേവനത് കണ്ടെങ്കിലും കാണാത്ത മട്ടിൽ ഗൗരിയെയും കൂട്ടി മാത്യു അപ്പച്ചനൊപ്പം ഭക്ഷണമേശയിലേക്ക് നടന്നു. ഭക്ഷണമേശയിലെ കാഴ്ച ആരുടെയും വിശപ്പ് ഒന്ന് ഇരട്ടിയാക്കാൻ പോന്നതായിരുന്നു. ആവി പറക്കുന്ന വെള്ളാരം കല്ലുപോലെ വെളുത്ത അരികുകൾ ലേസ് പോലെ മൊരിഞ്ഞ പാലപ്പങ്ങൾ ഒരു വലിയ ബേസിനിൽ നിരത്തി വെച്ചിരിക്കുന്നു. അതിനരികിലായി മസാലകളുടെയും തേങ്ങാപ്പാലിന്റെയും കൊതിയൂറുന്ന ഗന്ധം പരത്തുന്ന താറാവ് സ്റ്റൂ. വെന്ത ഇറച്ചിയുടെയും ഉരുളക്കിഴങ്ങിന്റെയും മുകളിൽ കുരുമുളക് പൊടിയും കറിവേപ്പിലയും വിതറിയ ആ ചാറിന്റെ കൊഴുപ്പ് കണ്ടാൽ തന്നെ നാവിലെ രുചിമുകളങ്ങൾ ഉണരും. അതുകൊണ്ടും തീർന്നില്ല. മറ്റൊരു പാത്രത്തിൽ ആവിയിൽ പുഴുങ്ങിയ നാടൻ ഏത്തപ്പഴം, മുട്ട പുഴുങ്ങിയത് വേറെ. ഇതൊക്കെ പോരാഞ്ഞിട്ട് നല്ല വെണ്ണ പോലെ വെന്ത കപ്പയും അതിലേക്ക് തൊട്ടുകൂട്ടാൻ പച്ചക്കാന്താരിയും ചുവന്നുള്ളിയും ഉടച്ചെടുത്ത ചമ്മന്തിയും. വിഭവങ്ങളുടെ ഈ ബാഹുല്യം കണ്ട് ദേവൻ അത്ഭുതത്താൽ വിടർന്ന കണ്ണുകളോടെ റാഹേൽ അമ്മച്ചിയെ നോക്കി. ഇതെന്താ അമ്മച്ചി, ഇതിപ്പോ ഒരു സദ്യക്കുള്ള വകയുണ്ടല്ലോ. പിന്നെ അല്ലാതെ, എന്റെ മക്കൾ ആദ്യമായിട്ട് വീട്ടിൽ വന്നതല്ലേ, ഈ പ്രായത്തിലല്ലേ ഇതൊക്കെ കഴിക്കേണ്ടത്. പ്രായം ചെന്നാ പിന്നെ ഷുഗർ എന്നും പ്രഷർ എന്നും പറഞ്ഞ് ഡോക്ടർ സമ്മതിക്കോ? ഇതും പറഞ്ഞ് റാഹേൽ അമ്മച്ചി ഒരു വലിയ തവി നിറയെ താറാവ് സ്റ്റൂ ദേവന്റെ പാത്രത്തിലേക്ക് പകർന്നു. ഒപ്പം 3-4 അപ്പവും എടുത്തു വെച്ചു. പതുക്കെ കഴിച്ചാ മതി കേട്ടോ. പിന്നാലെ ഗൗരിയുടെ പാത്രത്തിലേക്കും അപ്പം നിരത്താൻ തുടങ്ങിയതോടെ അവൾ കൈ ഉയർത്തി തടഞ്ഞു. മതി അമ്മച്ചി, എനിക്ക് ഇത്രയും വേണ്ട. ദേവേട്ടന്റെ പാത്രത്തിൽ നിന്നും ഞാൻ എടുത്തോളാം. അതൊന്നും പറഞ്ഞാ പറ്റില്ല കൊച്ചേ, ഇരിക്കുന്ന കണ്ടില്ലയോ പോലെ പോലെ. നീ ഇത്തിരി വണ്ണം വെക്കാനുണ്ട്. ദേ, ഇതങ്ങ് കഴിക്ക്. അമ്മച്ചി സ്നേഹപൂർവ്വം വീണ്ടും വിളമ്പാൻ തുടങ്ങി. അത് കണ്ട് ക്രിസ്റ്റി ഇടയിൽ കയറി. അമ്മച്ചി, അവർക്ക് വേണ്ടത് അവരെടുത്ത് കഴിച്ചോളും, വെറുതെ നിർബന്ധിക്കാതെ. റാഹേൽ അമ്മച്ചി കയ്യിലിരുന്ന തവിയൊന്ന് താഴ്ത്തി കൃത്രിമ ദേഷ്യത്തോടെ ക്രിസ്റ്റിയെ നോക്കി. നീ മിണ്ടാതിരിക്കട്ടെ ചെറുക്ക, നിനക്കെന്നാടെ ഇത്ര വേവലാതി? മര്യാദക്ക് ഇരുന്ന് കഴിക്കേ. അമ്മച്ചിയുടെ ശകാരം കേട്ട് മാത്യുച്ചായൻ ചെറിയൊരു ചിരിയോടെ തലയാട്ടി ഭക്ഷണം കഴിക്കുന്നത് തുടർന്നു. ഭക്ഷണം കഴിക്കുന്നതിനിടയിലും ദേവൻ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. റാഹേൽ അമ്മച്ചിയും ക്രിസ്റ്റിയും തമ്മിൽ കണ്ണുകൾ കൊണ്ട് എന്തൊക്കെയോ കഥകളികൾ നടത്തുന്നുണ്ട്. അമ്മച്ചി എന്തോ പറയാൻ തുനിയുന്നു. ക്രിസ്റ്റി കണ്ണുരുട്ടി അത് വിലക്കുന്നു. അവസാനം സഹി കേട്ട് ദേവൻ ചോദിച്ചു, അല്ല, അമ്മച്ചിയും മോനും കൂടി കുറെ നേരമായല്ലോ തുടങ്ങിയിട്ട്, എന്താ കാര്യം? എന്താ ഇത്ര വലിയ രഹസ്യം? അത് കേട്ടതും റാഹേൽ അമ്മച്ചി ഗൗരിയെ നോക്കി പതിഞ്ഞ ഒരു ചിരി ചിരിച്ചു. ക്രിസ്റ്റി വേണ്ട എന്ന അർത്ഥത്തിൽ തല വെട്ടിക്കുന്നുണ്ട്. പക്ഷെ അതൊന്നും കാര്യമാക്കാതെ അമ്മച്ചി പറഞ്ഞു തുടങ്ങി. രഹസ്യമൊന്നുമില്ല മോനെ. പണ്ട് പഠിച്ചിരുന്ന കാലത്ത് ഗൗരി മോളോട് എന്റെ ചെറുക്കനൊരു കുരുത്തക്കേട് കാണിച്ചിട്ടുണ്ട്. റാഹേൽ അമ്മച്ചി പറഞ്ഞത് കേട്ട് ഗൗരി ഞെട്ടലോടെ മുഖമുയർത്തി. അവളുടെ കയ്യിലെ അപ്പക്കഷ്ണം പാത്രത്തിലേക്ക് തന്നെ വീണു. ഭയത്തോടെ അവൾ ആദ്യം നോക്കിയത് ദേവനെയാണ്, പിന്നെ നിസ്സഹായതയോടെ ക്രിസ്റ്റിയെയും. അന്തരീക്ഷത്തിലെ പിരിമുറുക്കം കാരണം ക്രിസ്റ്റിക്ക് അവിടെ ഇരിക്കാൻ കഴിയാത്തതുപോലെ തോന്നി. അവൻ ഭക്ഷണം പാതി വഴിയിൽ ഉപേക്ഷിച്ച് എഴുന്നേക്കാൻ തുടങ്ങിയതും മാത്യുച്ചാൻ അവന്റെ കയ്യിൽ കയറി പിടിച്ചു. ബലമായി തന്നെ പിടിച്ചിരുത്തിക്കൊണ്ട് അപ്പച്ചൻ ശാന്തമായി എന്നാൽ ഗൗരവത്തോടെ പറഞ്ഞു, ഇരിക്കട അവിടെ. തെറ്റ് പറ്റിയ അത് തെറ്റാണെന്ന് മനസ്സിലാക്കി സമ്മതിച്ച്
ക്ഷമ ചോദിക്കുന്നതാടാ ആണുങ്ങൾക്ക് ചേർന്ന പണി, അല്ലാതെ ഇറങ്ങി ഓടുന്നതല്ല. ഇരിക്കെ. ക്രിസ്റ്റി തല കുനിച്ച് കസേരയിലേക്ക് തന്നെ ഇരുന്നു. അതിന്റെ ബാക്കി എന്നോണം റാഹേലമ്മച്ചി തുടർന്നു. അവരുടെ സ്വരത്തിൽ വാത്സല്യവും സ്നേഹവും നിറഞ്ഞിരുന്നു. എന്റെ മോളെ, പഠിക്കുന്ന കാലത്ത് ഇവന് നിന്നോട് വല്ലാത്ത സ്നേഹമായിരുന്നു. എന്നാ പെൺപിള്ളേരോട് സ്നേഹം തോന്നിയ അതങ്ങ് നെഞ്ചും വിരിച്ചു എന്ന് പറയണ്ടായോ? അല്ലാതെ കള്ളം കുടിച്ച് ബോധമില്ലായ്മയിൽ പെൺപിള്ളേരെ കയറി പിടിക്കാൻ പോയാല് അവര് സമ്മതിക്കുവോ? അവരുടെ ആങ്ങളമാര് സമ്മതിക്കുവോ? റാഹേലമ്മച്ചി ഗൗരിയെ നോക്കി. നീ വിവരം അറിഞ്ഞപ്പ ഞാൻ ഉണക്കമടല് വെട്ടിയെടുത്ത ഇവനെ തല്ലിയത്. അപ്പച്ചനന്ന് സ്ഥലത്തില്ലാതിരുന്നത് ഇവന്റെ ഭാഗ്യം. ഉണ്ടായിരുന്നേ കൊന്നേനെ. അമ്മച്ചി ഒന്ന് നെടുവേർപ്പെട്ടു. പഴയ കാര്യമാ. എന്നാൽ എന്റെ മോള് അതൊക്കെ മറന്ന് ഇവനോട് ക്ഷമിക്കണം. അതേ അമ്മച്ചിക്ക് പറയാനുള്ളൂ. റാഹേലമ്മച്ചി ഇത് പറയുമ്പോ ഗൗരിയുടെ നെഞ്ച് ഇടിക്കുന്നുണ്ടായിരുന്നു. അവൾക്ക് പേടി പഴയ കാര്യങ്ങൾ ഓർത്തല്ല, ഇത് കേൾക്കുമ്പോൾ ദേവൻ എന്ത് കരുതുമെന്ന് ഓർത്തായിരുന്നു. അവൾ ആശങ്കയോടെ ദേവനെ നോക്കി. ദേവൻ പക്ഷെ വളരെ കൂളായിരുന്നു. അവൻ ഭക്ഷണം കഴിക്കുന്നത് നിർത്തി ഗൗരിയെ നോക്കി. പിന്നെ അവൾക്ക് മാത്രം മനസ്സിലാകുന്നത് പോലെ കണ്ണൊന്നിറുക്കി ആശ്വസിപ്പിക്കുന്നത് പോലെ മനോഹരമായിട്ടൊന്ന് ചിരിച്ചു. ഒപ്പം അവന്റെ കണ്ണുകളും ചിരിച്ചപ്പോ ഗൗരിയുടെ മനസ്സിന്റെ എല്ലാ ഭാരവും അങ്ങ് ഇറങ്ങിപ്പോയി. അവൾ റാഹേൽ അമ്മച്ചിയെ നോക്കി പുഞ്ചിരിച്ചു. അയ്യോ, ഞാനതൊക്കെ അന്നേ മറന്നത് അമ്മച്ചി. അതൊക്കെ അന്നത്തെ ചെറുപ്പത്തിന്റെ അല്ലേ. ഞാനിപ്പോ അതൊന്നും ഓർക്കാറ് പോലും ഇല്ല. അത് കേട്ടതോടെ ക്രിസ്റ്റിയുടെ മുഖത്തും ആശ്വാസത്തിന്റെ തെളിച്ചം വീണു. അവന്റെ മുഖത്ത് അതുവരെ നിഴലിച്ചു നിന്നിരുന്ന ആ ജാള്യത പതുക്കെ മാറി. അവിടെ തെളിച്ചമുള്ള ഒരു ചിരി വിരിഞ്ഞു. അവൻ മെല്ലെ തല ഉയർത്തി ഗൗരിയെയും ദേവനെയും നോക്കി. പിന്നെ അല്പം ഇടറിയെങ്കിലും ഉറച്ച ശബ്ദത്തിൽ പറഞ്ഞു, ഗൗരി, അത് മറന്നെന്ന് പറഞ്ഞെങ്കിലും ഇത്രയും നാളും എനിക്കതൊരു വലിയ ഭാരമായിരുന്നു. അന്ന് ആ പ്രായത്തിന്റെ തിളപ്പിൽ കൂട്ടുകെട്ടിന്റെ ബലത്തിൽ പറ്റിപ്പോയതാ. അറിയാതെ ചെയ്തതാണെങ്കിലും തെറ്റായിരുന്നു. അവൻ ഒന്ന് നിർത്തി ദേവന്റെ മുഖത്തേക്ക് നോക്കി. ദേവ, ഗൗരി എന്നോട് ക്ഷമിക്കണം. അറിവില്ലായ്മ കൊണ്ട് ചെയ്തു പോയതാ. ക്രിസ്റ്റിയുടെ വാക്കുകളിൽ ആത്മാർത്ഥത നിറഞ്ഞു നിൽക്കുന്നുണ്ടായിരുന്നു. അത് കേട്ട ദേവൻ, അതൊക്കെ വിട് ക്രിസ്റ്റി, അതൊക്കെ കഴിഞ്ഞ കാര്യങ്ങളല്ലേ. മാത്രമല്ല അതിനുള്ള ശിക്ഷ അനന്തൻ തന്നെ അന്ന് നിനക്ക് നേരിട്ട് തന്നതല്ലേ എന്ന് പറഞ്ഞ് ചിരിച്ചും കൊണ്ട് അവന്റെ കയ്യിൽ സൗഹൃദത്തോടെ ഒന്ന് തട്ടി. ക്രിസ്റ്റി തല ചൊറിഞ്ഞുകൊണ്ട് ചിരിച്ചപ്പോ ഗൗരിയും നിറഞ്ഞ പുഞ്ചിരിയോടെ തലയാട്ടി. ഇതെല്ലാം കണ്ടുകൊണ്ട് ഒരക്ഷരം മിണ്ടാതെ ഇരിക്കുകയായിരുന്നു മാത്യു ചായൻ. മകന്റെ ഏറ്റുപറച്ചിൽ അദ്ദേഹത്തിന്റെ ഉള്ളിൽ വലിയൊരു സന്തോഷം നിറച്ചു. അപ്പച്ചൻ പതുക്കെ കസേരയിൽ നിന്നും എഴുന്നേറ്റ് ക്രിസ്റ്റിയുടെ അരികിലേക്ക് വന്നു. അവന്റെ തോളിൽ ബലമായിട്ടൊന്ന് പിടിച്ചു. ആ പിടുത്തത്തിൽ ഒരപ്പച്ചന്റെ എല്ലാ അഭിമാനവും സ്നേഹവും ഉണ്ടായിരുന്നു. അത് തന്നെയാടാ, തെറ്റുപറ്റ മനുഷ്യനല്ലേ, പക്ഷെ അത് ഏറ്റുപറയാൻ കാണിക്കുന്ന മനസ്സുണ്ടല്ലോ, അതാ കാര്യം. ദാറ്റ്സ് മൈ ബോയ്. അപ്പച്ചന്റെ ആ വാക്കുകൾ ആ തീന്മേശയിൽ വലിയൊരു സന്തോഷം നിറച്ചു. റാഹേലമ്മച്ചിയുടെ കണ്ണുകളും സന്തോഷം കൊണ്ട് നിറഞ്ഞു. ഭക്ഷണം കഴിഞ്ഞ് എല്ലാവരും മുമ്മറത്തെ സ്വീകരണ മുറിയിൽ കുശലം പറച്ചിലായിരുന്നു. നിറഞ്ഞ വയറുമായിരിക്കുമ്പോഴും ദേവന്റെ മനസ്സിൽ സെബാസ്റ്റ്യൻ സാർ പറഞ്ഞ കാര്യങ്ങൾ അലയടിക്കുന്നുണ്ടായിരുന്നു. ഒടുവിലത് ചോദിക്കാനുള്ള അവസരമായി കണ്ടുകൊണ്ട് അവൻ ക്രിസ്റ്റിയുടെ നേരെ തിരിഞ്ഞു. ക്രിസ്റ്റി, സെബാസ്റ്റ്യൻ സാർ എന്നോട് ഒരു കാര്യം പറഞ്ഞിരുന്നു. ഗൗരിയുടെ ഏട്ടൻ അനന്തനെ ആ ശ്രീനിലയത്തിലെ സജീവനും കൂട്ടരും ചേർന്ന് ആക്രമിച്ചതിനെ പറ്റി നിനക്ക് എന്തൊക്കെ അറിയാമെന്ന്. ദേവൻ അത് പറഞ്ഞതും മുറിയിൽ ചെറിയൊരു നിശബ്ദത പടർന്നു. ഗൗരി ആകാംക്ഷയോടെ ക്രിസ്റ്റിയെ നോക്കി. എന്നാൽ അവൻ അതിന് മറുപടി പറയുന്നതിന് മുൻപ് മാത്യു അപ്പച്ചനാണ് ഇടപെട്ടത്. കസേരയിൽ ചാരിയിരുന്ന് ഗൗരവത്തോടെ അപ്പച്ചൻ ചോദിച്ചു, അതേപ്പറ്റി ഇവൻ പറയുന്നതിന് മുൻപ് എനിക്ക് ദേവനോടൊരു കാര്യം ചോദിക്കാനുണ്ട്. സജീവനും അവന്റെ അച്ഛനായ രാജേന്ദ്രനും നാട്ടിലെ സകല തോന്യാസങ്ങൾക്കും സപ്പോർട്ട് കൊടുക്കുന്ന അവരുടെ ഒരു ബന്ധുവിനെ പറ്റി ദേവൻ അറിയാവോ? ഗംഗാധരൻ, രാജേന്ദ്രന്റെ അളിയനാ. ദേവൻ നെറ്റി ചുളിച്ചു. ഗംഗാധരൻ രാജേന്ദ്രന്റെ അളിയനാണെന്നൊക്കെ അറിയാപ്പച്ച, പക്ഷെ കൂടുതലൊന്നും അറിയില്ല. അറിയാതിരിക്കുന്നതാ നല്ലത്. അത്രയ്ക്ക് വഷളാ കക്ഷി. ഈ ഗംഗാധരന് ഒരു മകനുണ്ട്, രാജീവ്. അവനവന്റെ അപ്പനേക്കാൾ വലിയ തല്ലിപ്പൊളിയാ. അപ്പച്ചൻ ക്രിസ്റ്റി ഒന്ന് നോക്കി, പിന്നെ തുടർന്നു. ഈ രാജീവ് ഒരിക്കലേ ഇവന്റെ ഒരു കൂട്ടുകാരന്റെ പെങ്ങളെ ഒന്ന് ഉപദ്രവിച്ചു. അത് ചോദിക്കാൻ ചെന്ന ഇവൻ അവനെ തല്ലി പപ്പടമാക്കി ആശുപത്രിയിലുമാക്കി. അന്ന് രാജീവിന്റെയും ഗംഗാധരന്റെയും ശല്യം കാരണം ഇവിടുന്ന് കുറച്ചുനാൾ മാറി നിൽക്കാൻ വേണ്ടിയാ ഇവൻ അന്ന് സെബാന്റെ അടുത്തേക്ക് പോയത്. ദേവൻ തലയാട്ടി. അതെ,
ക്രിസ്റ്റി അവിടെ വന്നു നിന്നത് ഒരു തല്ലുകേസിന്റെ പ്രശ്നം കൊണ്ടാണെന്ന് സെബാസ്റ്റ്യൻ സാർ പറഞ്ഞിരുന്നു. ഗൗരി ശ്വാസം അടക്കി പിടിച്ച് ഇതെല്ലാം കേട്ടിരിക്കുകയായിരുന്നു. കഥകൾക്കു പിന്നിൽ അനന്തേട്ടന് സംഭവിച്ച കാര്യങ്ങളുടെ രഹസ്യം ഒളിഞ്ഞിരിപ്പുണ്ടാകും എന്നതിന്റെ ആകാംക്ഷയായിരുന്നു അവൾക്ക്. അപ്പച്ചൻ കസേരയിൽ നിന്നും എഴുന്നേറ്റു. അതിന്റെ ബാക്കി ഇനി ഇവൻ തന്നെ പറയും. അവിടെ എത്തിയതിനു ശേഷം സംഭവിച്ച കാര്യങ്ങള് ഏറെയുണ്ട്. അപ്പച്ചൻ പറഞ്ഞത് കേട്ട് എല്ലാവരുടെയും നോട്ടം ക്രിസ്റ്റിയിലേക്കായി. ക്രിസ്റ്റി സാവധാനം എഴുന്നേറ്റു. അവന്റെ മുഖത്ത് അതുവരെ ഇല്ലാത്ത ഒരു മുറുക്കമുണ്ടായിരുന്നു. നമുക്ക് ഒരു സ്ഥലം വരെ പോകാനുണ്ട് ദേവ. ദേവന്റെ മുഖം ചുളിഞ്ഞു. ഇപ്പോഴോ? എങ്ങോട്ട്? അതെ, ഇപ്പോൾ തന്നെ. ഗൗരിയും വരണം. എന്തിനാ ക്രിസ്റ്റി നമ്മൾ ഇപ്പോൾ പുറത്തേക്ക് പോകുന്നത്? നീ എന്താ പറയാൻ മടിക്കുന്നത്? ദേവന്റെ സ്വരത്തിൽ സംശയം നിറഞ്ഞു. ക്രിസ്റ്റി കാറിന്റെ താക്കോൽ എടുത്തു. പോകുന്ന വഴിക്ക് സംസാരിക്കാം നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ. കൂടുതലൊന്നും പറയാതെ ക്രിസ്റ്റി മുൻപേ നടന്നു. ദേവനും ഗൗരിയും പരസ്പരം നോക്കി. ഗൗരിയുടെ കണ്ണുകളിൽ ഭയമാണോ ആകാംക്ഷയാണോ എന്ന് തിരിച്ചറിയാൻ കഴിയാത്ത ഒരു ഭാവം. ദേവന്റെ ഉള്ളിലും സംശയത്തിന്റെ കനൽ എരിഞ്ഞു തുടങ്ങി. അനന്തന്റെ അപകടവും ഗംഗാധരൻ എന്ന ഗുണ്ടയും ക്രിസ്റ്റിയും തമ്മിൽ എവിടെയോ ഒരു കണ്ണി ചേരുന്നുണ്ടോ? എങ്ങോട്ടാണ് ഈ യാത്ര? എന്താണ് ക്രിസ്റ്റിക്ക് കാണിച്ചു തരാനുള്ളത്? ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങളുമായി ആകാംക്ഷയും സംശയവും കനത്തു നിൽക്കുന്ന അന്തരീക്ഷത്തിലേക്ക് അവർ 3 പേരും പടിയിറങ്ങി. തുടരും. പ്രിയ പ്രണയിനി അടുത്ത ഭാഗം ഉടൻ പ്രതീക്ഷിക്കുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കഥയ്ക്ക് അഭിപ്രായങ്ങളും ലൈക്കുകളും ഹൈപ്പും ഒക്കെ നൽകുന്നതിനോടൊപ്പം തന്നെ കഥയുടെ ലിങ്ക് കഴിയുന്നവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൂടി കൊടുത്തേക്കണേ. താങ്ക് യു. Scene 4.